മധ്യപൂർവേഷ്യയിൽ യുദ്ധ സാഹചര്യം അത് രൂക്ഷമായി തുടരുമ്പോൾ ചില പുതിയ കണക്കുകൾ റെഡ് ക്രസന്റ് പുറത്തുവിടുകയാണ്. ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം, ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ്. ഇറാനിലെ 153 നഗരങ്ങളിലാണ് ആക്രമണം നടന്നത്. ആകെ 787 പേർ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ. മറുഭാഗത്ത് ഇറാന്റെ പ്രത്യാക്രമണവും തുടരുന്നുണ്ട്. സുഹൈൽ മുഹമ്മദ് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹൈൽ, കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടതുപോലെ ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം, അത് വിവിധ എംബസികൾ, പ്രത്യേകിച്ച് US എംബസികൾക്ക് നേരെ ഉള്ള ആക്രമണം, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒമാനിൽ വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നുവെന്ന വാർത്ത. ദുഃഖം തുറമുഖത്തിന് നേരെ തന്നെയാണ് വീണ്ടും ആക്രമണം, ഡ്രോൺ ആക്രമണം, അങ്ങനെ കുറേ വിശദാംശങ്ങൾ വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഇറാനും ഇസ്രായേലും ഇപ്പോൾ നേർക്കുനേറുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ മധ്യപൂർവേഷ്യയിലൊക്കെ ഇറാൻ വലിയ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ പ്രത്യാക്രമണ നിലയ്ക്ക് ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ അതേ രീതിയിൽ തന്നെ ഇസ്രായേലിലും കനത്ത പ്രഹരമേൽപ്പിക്കുന്നെന്ന് വേണം ഏറ്റവും ഒടുക്കം വരെ ലഭിക്കുമ്പോൾ. ഖദറും ഇമാദും ഖൈബറും ഇതൊക്കെ ഈ പറയുന്ന ഇറാന്റെ ഏറ്റവും ശക്തിയുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ്, ലോങ് റേഞ്ച് മിസൈലുകളാണ്. ഈ പറഞ്ഞ ലോങ് റേഞ്ച് മിസൈൽ 2000-2500 കിലോമീറ്റർ ദൂരത്ത് പോയി അവിടെ വലിയ രീതിയിൽ സ്ഫോടനം നടത്താൻ, ഈ മിസൈലിൽ തന്നെ വലിയ രീതിയിലുള്ള സ്ഫോടക ശേഖരം കരുതി സ്ഫോടനം നടത്താൻ കഴിവുള്ള ഖൈബർ അടക്കമുള്ള മിസൈലുകൾ ഇസ്രായേലിനെതിരെ ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചു എന്ന വാർത്തകൾ ഇറാൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള കോൺസിക്വൻസ്, കൊലാറ്ററൽ ഡാമേജ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടിയാണ് നമുക്ക് ആഗോളതലത്തിൽ നിന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാനും ഇസ്രായേലും നേർക്കുനേർ യുദ്ധം നടത്തുന്നു എന്ന സമയത്ത് തന്നെ ഇറാൻ അതേ വേഗതയിൽ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും ആക്രമണം നടത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ ഇന്നലെ തന്നെ സുനിശ്ചിതമായി വ്യക്തമായി പറഞ്ഞൊരു കാര്യം, അമേരിക്കയ്ക്ക് താവളം ഒരുക്കുന്ന ഇടങ്ങളെ അത് അമേരിക്കയുടെ മണ്ണായി തന്നെ കരുതി ആക്രമണം നടത്തുമെന്ന് പറയുമ്പോൾ കൃത്യമായ അമേരിക്കൻ ബേസുകളെ ഇല്ലാതാക്കാനുള്ള ലക്ഷ്യം ഇറാനുണ്ട്. അതിലേക്കാണ് ഇറാൻ ഇപ്പോൾ കടക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ട്രംപ് പറഞ്ഞു വെച്ചതുപോലെ 4 ആഴ്ചകൾ കൊണ്ട് യുദ്ധം തീർന്നില്ലെങ്കിൽ യുദ്ധം ഞങ്ങൾ ഇനിയും തുടരും. ആത്യന്തികമായ ലക്ഷ്യം ഭരണകൂടത്തെ മാറ്റലാണ്, റെജിം ചേഞ്ച് ആണ്. റെജിം ചേഞ്ചിന് കരയുദ്ധം അനിവാര്യമാണ്. ലോക ചരിത്രത്തിൽ എവിടെയും വ്യോമാക്രമണം കൊണ്ട് ഒരു നാട്ടിലെ ഭരണാധികാരികളെ മാറ്റിയതോ റെജിം മാറ്റിയതോ ആയ വാർത്തകളോ ചരിത്രമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കരയാക്രമണം ഇല്ലാതെ അമേരിക്ക ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തില്ല. അങ്ങനെ കരയാക്രമണത്തിന് അമേരിക്ക മുതിർന്നാൽ ദിക്ക് ദൂരെ കിടക്കുന്ന അമേരിക്കക്ക് നേരിട്ടൊരു കരയാക്രമണം ഇറാനിലേക്ക് നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പോകുന്നത് ഈ ഇറാനിന് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ വ്യോമതാവളങ്ങളും സൈനിക താവളങ്ങളും എയർബേസുകളുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ മധ്യപൂർവേഷ്യയിൽ നടത്തുന്ന അമേരിക്കൻ വ്യോമതാവളം ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങളെ പ്രത്യാക്രമണം എന്ന നിലയ്ക്ക് അപ്പുറത്തേക്ക് അതിനെ പ്രതിരോധം എന്ന നിലയ്ക്ക് കൂടി കാണേണ്ടി വരും. കാരണം ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ പോലെ വലിയ എയർ ഡിഫൻസ് മെക്കാനിസമോ ഈ വ്യോമ പ്രതിരോധ സംവിധാനമോ ഇറാന് നിലവിലില്ല താരതമ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഇങ്ങോട്ടൊരു ആക്രമണം വന്ന് സ്വന്തം രാജ്യത്ത് മിസൈലുകൾ തകർക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങോട്ടൊരു ആക്രമണം വരുന്നതിന് മുമ്പ് അതിന്റെ ഉറവിടത്തെ തേടി അടിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു ആക്ഷനിലേക്കാണ്, ഓപ്പറേഷനിലേക്കാണ് ഇറാൻ നീങ്ങുന്നത്. അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റുകൾ നടത്തുന്ന ആക്രമണത്തെ നമുക്ക് പ്രത്യാക്രമണം എന്നതിനപ്പുറത്തേക്ക് പ്രതിരോധം എന്ന കണക്ക് വേണം കണക്കാക്കാൻ. കാരണം കരയുദ്ധത്തിലേക്ക് നീങ്ങിയാൽ ഏറ്റവും വേഗത്തിൽ ആക്രമണം ഉണ്ടാകാൻ, ഇറാൻ നേരെ മിസൈൽ പേമാരി ചൊരിയാൻ സാധ്യതയുള്ളത് മധ്യപൂർവേഷ്യകളിലെ അമേരിക്കൻ ക്യാമ്പുകളിലാണ്. ഈ പറയുന്ന GCC രാജ്യങ്ങൾ മാത്രമല്ല, ഒപ്പം ജോർദാനിലുണ്ട്, സൈപ്രസിലുണ്ട്, ഇറാഖിലുണ്ട്. ഇവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ വ്യോമത്താവളങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട സൈപ്രസ് ആണ്. സൈപ്രസ് മുമ്പ് UK കോളനി ആയിരുന്നു. അതിനുശേഷം ലിബറേറ്റഡ് ആയതിനു ശേഷവും 2 സൈനിക താവളങ്ങൾ ബ്രിട്ടൻ അവിടെയുണ്ട്. ബ്രിട്ടന്റെ ആ സൈനിക താവളങ്ങൾ അമേരിക്ക കണ്ണുവെച്ച താവളങ്ങൾ, അതായത് ബ്രിട്ടനെ ഉപയോഗിച്ച് ഇറാനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്ക ലക്ഷ്യം വെക്കുന്ന താവളങ്ങൾ ഒന്നാണ് ഈ പറയുന്ന സൈപ്രസ്. പക്ഷേ സൈപ്രസിലെ വ്യോമതാവളങ്ങൾ വേണമെങ്കിൽ അമേരിക്ക ഉപയോഗിക്കാം, പക്ഷേ ഡയറക്റ്റ് ആ യുദ്ധത്തിൽ ഞങ്ങൾ ഇൻവോൾവ് ആവില്ല എന്ന് UK പറയുന്നുണ്ട്. അതൊരു ഭിന്നത ഈ നാറ്റോ സഖ്യത്തിനിടയിൽ രൂപപ്പെടുന്നു. നാറ്റോ സഖ്യത്തിൽ UK മാത്രമല്ല യുദ്ധത്തിൽ അമേരിക്കയോടൊപ്പം അണിചേരില്ല എന്ന് വ്യക്തമായി പറഞ്ഞത്. ഒപ്പം സ്പെയിൻ 1980 മുതൽ നാറ്റോ സഖ്യത്തിലുള്ള രാജ്യമാണ്. അങ്ങനെ സ്പെയിനും UK അടക്കമുള്ള രാജ്യങ്ങൾ ഡയറക്റ്റായി യുദ്ധത്തിൽ ഇൻവോൾവ് ആവില്ല എന്ന് പറയുമ്പോഴും സൈനിക ക്യാമ്പുകൾ വിട്ടുകൊടുക്കാൻ, വ്യോമതാവളങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ സൈപ്രസിലുള്ള ഈ പറയുന്ന നാറ്റോ അലയൻസിലുള്ള രാജ്യങ്ങളുടെ, അമേരിക്കയുടേത് മാത്രമല്ല നാറ്റോ സഖ്യത്തിലുള്ള മറ്റ് രാജ്യങ്ങളുടെയും മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക താവളങ്ങൾ ഇറാന് ഭീഷണിയാണ്. ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് അൽമനാഹിലെ UAE ഓസ്ട്രേലിയൻ സൈനിക താവളത്തിലും നേരത്തെ ഇറാൻ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അതാണ് നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഇറാൻ നടത്തുന്ന ആക്രമണം. അതിനു പുറമെ അമേരിക്കയെ വിറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സൗദിയിലെ ഈ പറയുന്ന അമേരിക്കൻ എംബസി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്ന പോലെ തന്നെ അത് അവിടെയുള്ള എക്സ്റ്റൻഡഡ് ടെറിട്ടറിയായി തന്നെ വേണം കണക്കാക്കാൻ.
ഓരോ രാജ്യത്തെയും അമേരിക്കൻ എംബസികൾ അല്ലെങ്കിൽ അതാത് രാജ്യത്തിന്റെ എംബസികൾ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ എക്സ്റ്റൻഡഡ് ടെറിട്ടറിയാണ്. ആ രാജ്യത്തിന്റെ മണ്ണായി തന്നെ വിശേഷിപ്പിക്കുന്ന ഇടത്തേക്ക് ഒരു ആക്രമണം നടത്തുമ്പോൾ സൗദിയെ പോലെ തന്നെ അത് അമേരിക്കയും ആശങ്കയിലായിട്ടുണ്ട്. കാരണം അത്ര സുരക്ഷാ സന്നാഹങ്ങളുള്ള അമേരിക്കയുടെ ഹൈലി എക്വിപ്ഡ് ഡിഫൻസ് മെക്കാനിക് സിസ്റ്റം ഒക്കെ ഉള്ള ഇടത്താണ് ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചൊക്കെ ആക്രമണം നടത്തുന്നത്. ഡ്രോൺ കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ഉപകരണം മാത്രമാണ്. ഈ പറയുന്ന സമയത്തും നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്തും ഇറാൻ ഡ്രോണുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ചും ഡ്രോണുകൾ വളരെ വേഗത്തിൽ സ്വന്തമായി തന്നെ അവർക്ക് ടെക്നോളജി ഉണ്ട്, വളരെ വേഗത്തിൽ നിർമ്മിക്കാനാകും. അതായത് ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്നത് താരതമ്യേന ചിലവ് കുറഞ്ഞ യുദ്ധമുറയാണ്. പക്ഷേ ഇനിയും കനത്ത് കഴിഞ്ഞാൽ ഇറാൻ ഇതുവരെ കരുതൽ ശേഖരത്തിലുള്ള ഇറാന്റെ കൈബർ അടക്കമുള്ള വലിയ ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ കൈവശമുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ കാര്യങ്ങൾ നീങ്ങിയാൽ ആഗോളതലത്തിൽ വലിയ സങ്കീർണതകൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.